ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇത് മാരുതി സുസുക്കി ആൾട്ടോ 800 പുതിയ മോഡലാണ്. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓയിൽ ലീക്കാണ്. എഞ്ചിൻ ഓയിൽ ഈ വാൽവർ പാക്കിങ്ങിൻ്റെ ഈ സൈഡിൽ കൂടെ നല്ല രീതിയിൽ ലീക്ക് ആവുന്നുണ്ട്. നിങ്ങൾക്ക് ചുറ്റിന് നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ തന്നെ ഈ ഭാഗത്തെല്ലാം നല്ല രീതിയിലുള്ള ലീക്കുണ്ട്. ഈ ഓയിൽ ലീക്കായിട്ട് സൈലൻസറിലോട്ടൊക്കെ പോയിട്ട് പുകയൊക്കെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ്. അതുപോലെ നമ്മൾ ഇതിൻ്റെ ചുറ്റിന് നോക്കുമ്പോൾ ഈ സൈഡിലെല്ലാം ലീക്ക് കാണാനായിട്ട് നമുക്ക് സാധിക്കും. നല്ല രീതിയിലുള്ള ലീക്കും കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തുനിന്ന് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ വാൽവർ പാക്കിംഗ് ആണ് മാറേണ്ടത്. വാൽവർ പാക്കിംഗ് മാറാനായിട്ട് ആദ്യം നമുക്ക് എയർ ഫിൽറ്റർ അയച്ചെടുക്കണം. അത് കഴിഞ്ഞിട്ട് ഇഗ്നേറ്റർ അയച്ചെടുക്കണം. അയച്ചെടുത്തിട്ട് ചുറ്റുബോൾട്ടുകൾ അയച്ചെടുത്ത് കഴിഞ്ഞാൽ വാൽവർ നമുക്ക് മുകളിലോട്ട് പൊക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആദ്യം നമുക്ക് എയർ ഫിൽറ്റർ അയക്കണം. എയർ ഫിൽറ്റർ അയക്കാനായിട്ട് ഇവിടെ ഒരു 10ൻ്റെ ബോൾട്ട് വരുന്നുണ്ട്. ഈ 10ൻ്റെ ബോൾട്ട് അഴിച്ചെടുക്കുക. ഈ ഓസിൻ്റെ കണക്ഷൻ വിടിയിക്കുക. അതുപോലെ തന്നെ ഈ ക്ലാമ്പ് ലൂസ് ചെയ്തിട്ട് ഈ ക്ലാമ്പിൻ്റെ കണക്ഷൻ പിടിക്കുക. എയർ ഫിൽറ്റർ ത്രോട്ടിൽ ബോഡിയിലോട്ട് പോകുന്ന ഓസിൻ്റെ കണക്ഷൻ പിടിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഒരു ഓസ് വരുന്നുണ്ട്. ഈ ഓസ് പിടിക്കാം. ഈ ഓസ് ഇവിടുന്ന് പിടിക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പിടിച്ചിട്ട് നമുക്ക് അസംബ്ലിയോടുകൂടി മാറ്റി വെക്കാനായിട്ട് സാധിക്കും. ഇവിടുന്ന് ഇത് ബാക്കിലോട്ട് മൂവ് ആവും. ഇവിടുന്ന് അഴിക്കാതെ തന്നെ ഇത് ബാക്കിലോട്ട് മൂവ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഊരിയെടുക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് ലൂസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ആദ്യം എയർ ഫിൽറ്റർ അഴിച്ചെടുക്കാം. ഈ 10ൻ്റെ ബോൾട്ട് അഴിച്ചെടുത്തിട്ടുണ്ട്. ഈ ലെങ്തിലുള്ള ബോൾട്ടാണ് ഈ ഭാഗത്തായിട്ട് വരുന്നത്. അതുപോലെ തന്നെ ഈ ഓസിൻ്റെ കണക്ഷൻ, അതുപോലെ തന്നെ ഇവിടുത്തെ കണക്ഷൻ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓൾറെഡി ഞാനിത് ഇളക്കി വെച്ചേക്കാണ്. ഇനി നമുക്കിത് പൊക്കിയെടുക്കാം. എയർ ഫിൽറ്ററിൻ്റെ ബോഡി ഉൾപ്പെടെ നമ്മൾ പൊക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കണക്ഷൻ വരുന്നത് ലോക്ക് ആവുന്നത് ഒന്ന് ഇവിടെ, അതുപോലെ തന്നെ ഈ ഭാഗം, ഈ 2 ലോക്ക് വന്ന് അറ്റാച്ച് ആയിട്ട് നിൽക്കുന്നത്. ഇത് ലോക്കല്ല, ജസ്റ്റ് റബ്ബർ ബുഷാണ്. തള്ളി ഇതിനകത്തോട്ട് കയറ്റി വിടുന്ന ടൈപ്പാണ്. ഇവിടെ മാത്രമേ ഇതിൻ്റെ കണക്ഷൻ വരുന്നുള്ളൂ. ബാക്കിയുള്ള ഓസിൻ്റെ കണക്ഷനാണ്. ഇനി നമുക്ക് അഴിച്ചെടുക്കേണ്ടത് ഈ ഒരു സെൻസറിൻ്റെ കപ്ലെയർ അഴിച്ചു വിടണം. ഈ ഒരു സെൻസറിൻ്റെ കപ്ലെയർ അഴിച്ചു വിടാനായിട്ട് ജസ്റ്റ് പ്രസ് ചെയ്യുക, വലിക്കുക. അങ്ങനത്തെ ഒരു കപ്ലെയറാണ് ഇത് വരുന്നത്. ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് വലിക്കുക. ഓക്കെ, ഇനി നമുക്ക് ഇഗ്നേറ്ററിൻ്റെ കണക്ഷൻ അഴിച്ചെടുക്കണം. ഇഗ്നേറ്ററിൻ്റെ കണക്ഷൻ അഴിച്ചെടുക്കുന്നത് ഇതുപോലെ തന്നെ പ്രസ് ചെയ്തിട്ട് ബാക്കിലോട്ട് വലിച്ചെടുക്കുന്ന ടൈപ്പാണ് ഇഗ്നേറ്ററിൻ്റെയും കണക്ഷൻ വരുന്നത്. ഇതുപോലെ തന്നെ അഴിച്ചെടുക്കുക. ഇനി നമുക്ക് ഇഗ്നേറ്റർ അഴിച്ചെടുക്കണം. ഈ 3 സോക്കറ്റും അഴിച്ചെടുത്തിട്ട് ഇഗ്നേറ്റർ നമുക്ക് അഴിച്ചെടുക്കണം. അതിന് 10ൻ്റെ ടി ഉപയോഗിച്ച് ഈ 3 ബോൾട്ട് അഴിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇഗ്നേറ്റർ നമുക്ക് സിമ്പിളായിട്ട് തന്നെ ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ലെങ്തിലുള്ള 3 ബോൾട്ടാണ് ഇഗ്നേറ്ററിന് വരുന്നത്. ഇനി ഇഗ്നേറ്റർ സിമ്പിളായിട്ട് തന്നെ മുകളിലോട്ട് പൊക്കി കഴിഞ്ഞാൽ ഇഗ്നേറ്റർ നമുക്ക് സിമ്പിളായിട്ട് ഊരിയെടുക്കാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് അഴിച്ചെടുക്കേണ്ടത് PCV വാൽവിൻ്റെ ഓസ് അഴിച്ചുവിടേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു 10ൻ്റെ ബോൾട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു 10ൻ്റെ ബോൾട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു 10ൻ്റെ ബോൾട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു 10ൻ്റെ ബോൾട്ട് വരുന്നുണ്ട്. ഈ വയറിൻ്റെ ഈ സൈഡിലായിട്ടും ഒരു 10ൻ്റെ ബോൾട്ട് വരുന്നുണ്ട്. അപ്പോൾ PC വാൽവിൻ്റെ കണക്ഷൻ നമ്മൾ അഴിച്ചു വിട്ടിട്ടുണ്ട്. ഇനി ചുറ്റുബോൾട്ടുകളെല്ലാം അഴിച്ചിട്ട് നമുക്ക് വാൽവ് പൊക്കിയെടുക്കാം. ഈ സൈഡിൽ കാണുന്ന ചുറ്റുബോൾട്ടുകളൊക്കെ അഴിച്ചെടുക്കുക, വാൽവ് പൊക്കിയെടുക്കുക. അപ്പോൾ എന്തായാലും ബോൾട്ട് നമുക്ക് അഴിച്ചെടുക്കാം. വാൽവറിൻ്റെ ബോൾട്ട് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വാൽവറിൻ്റെ ബോൾട്ട് വരുന്നത് ഈ ഒരു ടൈപ്പ് ബോൾട്ടായിരിക്കും. ഇഗ്നേറ്റർ ബോൾട്ടുമായിട്ട് നമ്മളിവിടുന്ന് എയർ ഫിൽറ്ററിൻ്റെ അഴിച്ച ബോൾട്ടുമായിട്ട് മാറിപ്പോകരുത്. ഈ ഒരു ടൈപ്പ് ബോൾട്ടായിരിക്കും വരുന്നത്. പ്ലേ ടൈപ്പ്, അതായത് ഇത്രയും സ്പേസ് ഉള്ള ഒരു ടൈപ്പ് ബോൾട്ടായിരിക്കും വരുന്നത്. ഈ ഒരു സ്പേസ് കൊടുത്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഓവർടൈറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്പേസ് ഇതിനകത്ത് മെയിനായിട്ട് കൊടുത്തേക്കുന്നത്. ഈ ഒരു ബോൾട്ട് വരുമ്പോൾ ഫുൾ ത്രെഡ് ബോൾട്ടായിരിക്കും വരുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഇടാതെ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള ബോൾട്ടും നമുക്ക് അഴിച്ചെടുക്കാം. ബോൾട്ടുകളെല്ലാം അഴിച്ചെടുത്തിട്ടുണ്ട്. 2, 4, 6 ബോൾട്ടാണ് വാൽവ് വരുന്നത്. കൂടാതെ ഈ ഒരു ബോൾട്ട് അഴിച്ചിട്ടുണ്ട്. ഈ ബോൾട്ട് വരുന്നത് ഇവിടെ വരുന്ന വയറിങ്ങിൻ്റെ ക്ലാമ്പിൻ്റെ ബോൾട്ടാണ് ഈ ഒരു ചെറിയ ബോൾട്ട് വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് വാൽവ് ഊരിയെടുക്കാം. ഇപ്പോൾ ഇനി ബോൾട്ടുകളും കാര്യങ്ങളെല്ലാം അഴിച്ചുകൊണ്ട് ഇനി വാൽവ് പൊക്കിയെടുക്കാം. വാൽവ് പൊക്കിയെടുക്കുമ്പോൾ ജസ്റ്റ് പ്ലാസ്റ്റിക് ഹാമർ കൊണ്ട് ഈ സൈഡിൽ തട്ടുക. അതുപോലെ തന്നെ ഈ സൈഡിലും തട്ടിയിട്ട് ഈ സൈഡിൽ തട്ടുമ്പോഴത്തേക്ക് ചെറുതായിട്ട് ഇളകും. ചെറുതായിട്ട് ഇളകി കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ചെറിയ മൈനസ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തിക്കി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഓൾറെഡി ഇത് ഊരി എടുത്തിട്ടുണ്ട്. ഇനി ഇത് മുകളിലോട്ട് പൊക്കിയെടുക്കുക.
നമുക്ക് നോക്കിയാലും മനസ്സിലാവും ഈ സൈഡിലൊക്കെ ഓയിൽ വന്നിരിക്കുന്നത്. ഇതൊക്കെ വാൽവ് പാക്കിംഗ് ലീക്കായിട്ടാണ് ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഓയിൽ ഇവിടോട്ട് വന്ന് നിൽക്കാനുള്ള അവസ്ഥ വരുന്നത്. ഈ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വാൽവ് പാക്കിങ് വരുന്നത്. അതായത് കുറേ കാലം കഴിയുമ്പോഴത്തേക്ക് ഈ റബ്ബറിന് ഹാർഡായിട്ട് ഫ്ലെക്സിബിലിറ്റി പോകുമ്പോഴാണ് ഈ ലീക്ക് കൂടുതലായിട്ടും വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് മാറേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡൊക്കെ നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. ഈ ഒരു പോർഷൻ വരുന്നത് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഊരിയിട്ടത് ഫിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വാൽവ് പാക്കിൽ വരുന്ന ഈ സാധനം നമ്മൾ ഫിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ഈ ഭാഗത്ത് ഇത് ഫിറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ വാൽവ് പാക്കിംഗ് ഇടാനായിട്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ പൊസിഷൻ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിത് ക്ലീൻ ചെയ്തിട്ട് വേണം ഫിറ്റ് ചെയ്യാനായിട്ട്. അതുപോലെ തന്നെ ഈ ഭാഗങ്ങളെല്ലാം ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് വാൽവ് പാക്കിംഗ് നോക്കുന്ന സമയത്ത് ഇത് കണ്ടാൽ മനസ്സിലാവും, ഫുള്ളായിട്ട് ഒതുങ്ങിപ്പോയിരിക്കുകയാണ്. അതാണ് ഈ സൈഡിൽ കൂടെ എല്ലാം ലീക്ക് വരാനുള്ള മെയിനായിട്ടുള്ള കാരണം. അതുപോലെ തന്നെ ഇത് നല്ല രീതിയിലുള്ള ഹാർഡ് ആയിട്ടുണ്ട്. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഇത് ഫുള്ളായിട്ട് ഹാർഡായി ഇത്രയും ഭാഗം അമങ്ങി താഴോട്ട് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ വാൽവ് പാക്കിങ് ലീക്ക് ആവാനുള്ള മെയിനായിട്ടുള്ള കാരണം. അപ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ, കുറച്ച് കിലോമീറ്റർ ഓടി കഴിയുമ്പോഴത്തേക്ക് ഇത് ചൂട് കൊണ്ട് ഹാർഡായിട്ട് ഈ ഒരു രീതിയിൽ ആവാനുള്ള അവസ്ഥയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ലീക്ക് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ വാൽവ് പാക്കിങ് കറക്റ്റായിട്ട് മാറിക്കൊടുക്കും. ഇനിയിപ്പം നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ, ഈ ഭാഗത്തെ ഓയിലും കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് തുടച്ച് ക്ലീൻ ചെയ്ത് എടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്കിത് ക്ലീൻ ചെയ്യാം. അതുപോലെ തന്നെ ആ ഹെഡിൻ്റെ മുകളിൽ വരുന്ന ഭാഗവും നമുക്ക് ക്ലീൻ ചെയ്ത് എടുക്കാം. പുതിയ വാൽവ് കവർ എടുത്തിട്ടുണ്ട്. ആൾട്ടോ 800ഉം അതുപോലെ തന്നെ തമ്മിൽ വാൽവ് കവർ പാക്കിന് വ്യത്യാസമുണ്ട്. ആൾട്ടോ വരുമ്പോൾ ഈ ഒരു ഭാഗം, ഈ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഭാഗം റൗണ്ട് പോലെ ആയിരിക്കും, ഇതിന് ഫ്ലാറ്റ് ആയിരിക്കും വരുന്നത്. ഈ ഒരു ഭാഗം തന്നെ ആയിരിക്കും ഈ ഒരു ഭാഗവും ആൾട്ടോയ്ക്ക് വരുമ്പോൾ. അപ്പോൾ ആൾട്ടോ 800 വരുമ്പോൾ ഈ ഒരു റൗണ്ട് കാണും, പക്ഷേ ഇവിടെ ഫ്ലാറ്റ് ആയിട്ടായിരിക്കും വരുന്നത്. കാരണം ഈ ക്യാം സെൻസർ, ഡിസ്ട്രിബ്യൂട്ടറിന് പകരം ഇതിൽ ക്യാം സെൻസർ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു മാറ്റം വരുന്നത്. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ ഗ്രൂവിൽ കറക്റ്റ് കയറ്റി വെക്കുക. ഈ ഗ്രൂവിൽ ജസ്റ്റ് പ്രസ് ചെയ്ത് ഓരോ വെട്ടും അതേപോലെ തന്നെ പ്രസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വാൽവ് പാക്കിങ് വാൽവ് ഡോറിൽ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫിറ്റ് ചെയ്യണം, വണ്ടിയിൽ ഫിറ്റ് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമുക്ക് ഈ ഒരു ഭാഗം വണ്ടിയിൽ ഫിറ്റ് ചെയ്യേണ്ടതായിട്ട്. നമുക്കിനി ഫിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഭാഗമാണ്. ഈ ഒരു ഭാഗം ഫിറ്റ് ചെയ്യാനായിട്ട് ഞാനൊരു ശകലം ബോണ്ട് ഇതിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇത് കറക്റ്റ് വെട്ടിനകത്തോട്ട് കറക്റ്റായിട്ട് കയറ്റിയിടുക. അതുപോലെ തന്നെ നമ്മൾ വാൽവ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് ഒരു ശകലം ബോണ്ട് തേക്കുന്നത് നല്ലതായിരിക്കും. ഈ ഭാഗത്തായിട്ട് ഒരു ശകലം ബോണ്ട് തേക്കുക. അതുപോലെ തന്നെ ഇത് കറക്റ്റ് സ്ട്രെയിറ്റ് ആണോന്നും കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. ഈ വെട്ടിൽ കറക്റ്റ് വീണിട്ടുണ്ടോ എന്നും കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. ഇനി നമുക്ക് വാൽവ് കയറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഇവിടെ ഇരുന്ന ഓയിൽ ഭാഗങ്ങളൊക്കെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വാൽവ് കയറ്റി വെക്കാം. വാൽവ് കയറ്റി വെക്കാനായിട്ട് പ്രത്യേകിച്ച് അതിൽ ഗമ്മോ കാര്യങ്ങളോ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഗം ഇടേണ്ടത് ആ ഒരു എൻഡിൽ മാത്രം നമുക്ക് ഗമ്മ് തേച്ചാൽ മാത്രം മതി. ഇനി നമുക്ക് വാൽവ് ഇടാം. കറക്റ്റായിട്ട് ഈ സ്പാർക്ക് പ്ലഗിൻ്റെ ഹോള് മാച്ച് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുവെക്കുക. ജസ്റ്റ് താഴോട്ട് പ്രസ് ചെയ്ത് വെക്കുക. താഴോട്ട് ഇപ്പോൾ പ്രസ്സായിട്ടുണ്ട്. ഇനി ബോൾട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇട്ട് ഫുൾ ടൈറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുപോലെ വാൽവ് ടൈറ്റ് ചെയ്യുന്ന സമയത്ത് ഓവർ ടൈറ്റ് ഒരിക്കലും ചെയ്യരുത്. അലുമിനിയം ബോഡി ആയതുകൊണ്ട് പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്.
ഇപ്പോൾ എല്ലാ സൈഡിലും ഒരേപോലെ ഇത് സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് ബോൾട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ടൈറ്റ് ചെയ്യും. അപ്പോൾ വാൾ ഡോറിൻ്റെ ഫുള്ള് ബോൾട്ട് 6 ബോൾട്ടും ഫുൾ ടൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓവർട്ടിട്ട് ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ക്ലാമ്പും നമ്മൾ 10ൻ്റെ ബോൾട്ട് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇഗ്നേറ്റർ ഇടാം. അതുപോലെ തന്നെ ഇതിൻ്റെ ഓസും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാം. നമുക്ക് ഇഗ്നേറ്റർ 4 കയറ്റിയിട്ടുണ്ട്. ഇനി സോക്കറ്റ് കൊടുക്കണം. സോക്കറ്റ് കൊടുത്തിട്ട് 10ൻ്റെ ബോൾട്ട് ഇട്ടിട്ട് ഫുൾ ടൈറ്റ് ചെയ്യാം. അതും ഈ പറഞ്ഞ പോലെ തന്നെയാണ്. ഓവറായിട്ട് വലിച്ച് ഇഗ്നേറ്ററിൻ്റെ ബോൾട്ട് മുറുക്കരുത്, പൊട്ടിപ്പോകാനുള്ള ചാൻസും കാര്യങ്ങളും ഉണ്ട്. പിന്നെ നമ്മളിപ്പോൾ PCBയുടെ കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ കണക്ഷനും അതുപോലെ തന്നെ ഇഗ്നേറ്ററിൻ്റെ ബോൾട്ടും മുറുകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാം സെൻസറിൻ്റെ സോക്കറ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്യാം. എയർ ഫിൽറ്റർ ഫിറ്റ് ചെയ്യാൻ ഈ പറഞ്ഞ പോലെ ഈ കാണുന്ന ഭാഗം അതുപോലെ തന്നെ ഇവിടെ ആണ് എയർ ഫിൽറ്ററിൻ്റെ താഴെ വരുന്ന 2 ലെഗ് ലോക്കായിട്ട് നിൽക്കുന്നത്. എയർ ഫിൽറ്റർ കയറ്റി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വരുന്ന ക്ലാമ്പിനെയും നമുക്ക് മുറുക്കണം. അതുപോലെ തന്നെ ഈ ഓസ് നമ്മൾ കയറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ വരുന്ന 10ൻ്റെ ബോൾട്ട് നമുക്ക് ഇട്ടിട്ട് ഫുൾ ടൈറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കേണ്ടത്, എയർ ഫിൽറ്ററിൻ്റെ ഈ ഭാഗം വരുന്നിടത്ത് കൂളൻറ്റിൻ്റെ റിസർവ് ടാങ്കിലോട്ട് പോകുന്ന ഓസ് ഇതിനുള്ളിലായിട്ടാണ് കയറി വീഴുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ എയർ ഫിൽറ്റർ അതുപോലെ തന്നെ ഇഗ്നേറ്റർ, PC വാൽവിൻ്റെ കണക്ഷൻസ്, എയർ ഫിൽറ്ററിൻ്റെ കണക്ഷൻസ് എല്ലാം ഫുള്ള് ഫിറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്ത് കുറേ നേരം ഇട്ട് കഴിഞ്ഞിട്ട് വേണം ലീക്ക് ഉണ്ടോ എന്ന് കൺഫേം ചെയ്യാനായിട്ട്. അപ്പോൾ എന്തായാലും വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം വണ്ടി സ്റ്റാർട്ടിങ്ങിലിട്ട് ലീക്കോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ മാരുതി സുസുക്കി ആൾട്ടോ 800ൻ്റെ വാൾഗോർ പാക്കിംഗ് മാറുന്നതാണ് നമ്മൾ ഈ വീഡിയോയുടെ മനസ്സിലാക്കിയത്. നമ്മൾ നേരത്തെ കണ്ടതാണ് വാൾഗോർ പാക്കിൻ്റെ അവിടെ നിന്ന് നല്ല രീതിയിലുള്ള ഓയിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഒന്ന് സൈലൻസറിലോട്ട് വീഴുന്ന ഒരു അവസ്ഥയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കുറേ കിലോമീറ്റർ ഓടി കഴിയുമ്പോഴത്തേക്ക് ഈ വാൾഗോർ പാക്കിങ് വന്നിട്ട് ഹാർഡായിട്ട്, റബ്ബർ ആയതുകൊണ്ട് അത് ഹാർഡായിട്ട് ഒതുങ്ങിപ്പോയിട്ട് ലീക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കറക്റ്റ് ടൈമിൽ ലീക്ക് ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ വാൾ ഡോർ പാക്കിങ് മാറ്റി വിടുക. അപ്പോൾ ഈ വീഡിയോയുടെ മനസ്സിലാക്കി നമ്മൾ എങ്ങനെയാണ് വാൾ ഡോർ പാക്കിങ് മാറുന്നതെന്നാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.